ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാധ്വനി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് ലെവലിൽ കൂടെ ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്കൊരു അവസരം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനായി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഗുജറാത്തിന്റെ പ്രദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ധ്വനി എന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാനും അതിന്റെ ഡയറക്ടറായും അപ്പോൾ തന്നെ തന്നെ തുടങ്ങിയ പത്രത്തിൽ ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ ഗ്രൂപ്പിനെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും അതിന്റെ ഒരു ഭാഗമാകുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കൂടെ മറുപടി ലഭിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഇനി അധികമായി അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വിശേഷാൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ദൈവവചന സൂക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബഹ്റിനിൽ വന്നപ്പോൾ ഞങ്ങളുടെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ വലിയവനായ ദൈവം തന്നെ അഭിഷേകം ചെയ്തു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. ആ അവസരത്തിൽ ഞാൻ ബഹ്റിനിൽ ഇല്ല എങ്കിലും അന്ന് ആരംഭിച്ച ആ സ്നേഹബന്ധം ഇന്നയോളം നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് വിശേഷാൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനവധി പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലോകമെങ്ങും ഭീതിയുടെയും ഭയത്തിന്റെയും നിഴലിൽ കഴിയുമ്പോൾ വലിയവനായ ദൈവം നമുക്ക് തരുന്ന പ്രത്യാശയ്ക്കായി ധൈര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവാശ്രയമുള്ള ദൈവവൈതൽ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. അവന്റെ കോൺഫിഡൻസ് ലോകത്തിലല്ല, ദൈവത്തിലാണ്. നമുക്ക് ഇന്ന് പകലിൽ ഒരു വചനം വായിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 10-ാം അധ്യായം 35, 36, 37 വാക്യങ്ങൾ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി വായിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളതും വരും, താമസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്ധ്യയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേക ദൈവമക്കൾക്ക് ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവമിടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, വിശേഷാലങ്ങളുടെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെൻസൺ കുടുംബത്തിനായി സ്തോത്രം. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി നന്ദി പറയുക. അവരുടെ പ്രവർത്തനങ്ങളെ സ്വർഗം ഇന്നയോളം മാനിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തതിനാൽ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. തന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം. തിരുവെഴുത്തിക്കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം സംസാരിക്കണമേ. വിവിധ ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്ന ജനത്തിന് അതൊരു അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാക്കി തീർക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. നമ്മള് വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് എന്നെ കുറിച്ച് അല്പമായി സാക്ഷ്യം പറയുവാൻ കർത്താവിൽ ഞാൻ ആശിക്കുകയാണ്. ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന കുടുംബമായി 12 വർഷം ഇവിടുത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചവരാണ്. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ വചനം ഞങ്ങളോട് ശക്തമായി ഇടപെടുകയും കുടുംബമായി ഞങ്ങൾക്ക് സ്നാനപ്പെട്ട ദൈവറിവിലേക്ക് കടന്നു വരുവാനിടയാകുകയും ചെയ്തു. ഞങ്ങൾ സ്നാനപ്പെട്ട് വന്നപ്പോൾ അനേകർ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ നിമിത്തമായിട്ട് യേശുവിനെ അറിയുവാൻ സ്നാനപ്പെട്ട് മുന്നോട്ട് വരുവാൻ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന അന്നത്തെ സഭയിൽ അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ ആരാധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ആമേൻ അവരിൽ ചില പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ഇപ്പോഴും ബഹ്റിനിൽ ആമേൻ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ ഭാര്യ സൂസൻ തോമസ് മുമ്പ് ഫേസ്ബുക്ക് ലൈവിൽ കൂടെ ദൈവവചനം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ ദാസിയെയും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി 2 ആൺമക്കളെ സ്വർഗത്തിലെ ദൈവം തന്നു. അവർ ഒരാള് വിവാഹിതനാണ്, ഒരു കുഞ്ഞുണ്ട്, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ഇളയ മകൻ ഞങ്ങളോട് കൂടെ ബഹ്റിനിലുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വചനത്തിലേക്ക്
ഇനി അധികം മുഖവര കൂടാതെ പ്രവേശിക്കുവാൻ കർത്താവിൽ ഞാൻ ആശിക്കുകയാണ്. അവിടെ നമ്മൾ വായിച്ചത് ഇംഗ്ലീഷിൽ ആ ഭാഗമൊന്ന് വായിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ 35-ാം വാക്യം, സോ ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്, ഇറ്റ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. Verse 36, you need to perceive so that when you have done the will of God, you will receive what he has promised. നമ്മൾ വായിച്ച ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ 30 വർഷം പിന്നിട്ട എബ്രായ വിശ്വാസികൾ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പഴയ ആരാധനയും പഴയ പള്ളിയും പഴയ പുരോഹിതന്മാരും ഒക്കെ ആണെന്നുള്ള ഒരു വിശ്വാസത്യാഗത്തിന്റെ വക്കിലെത്തിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇബ്രായ ലേഖനത്തിൽ അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ കാലഘട്ടത്തിൽ അനേക പ്രതികൂലങ്ങൾ ലോകമെമ്പും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയുമായി തീരും. ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ശുശ്രൂഷിപ്പാൻ തന്ന ഒരു വചനമാണ്. നിങ്ങൾ ഹല്ലേലൂയ മുമ്പ് കേട്ടിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം, എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ശുശ്രൂഷയുണ്ട്, ആമേൻ, ഒരു പുതുമയുണ്ട് എന്നുള്ളത് ആമേൻ നമ്മൾ മനസ്സിലാക്കട്ടെ. അവിടെ നമ്മൾ വായിച്ചു, സോ ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്, ഇറ്റ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ അതുകൊണ്ടെന്ന് പറയുമ്പോൾ ഒരു റീസൺ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല. എബ്രായ ലേഖനത്തിന്റെ 32-33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ചുരുക്കമായിട്ട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര, കഷ്ടങ്ങളിൽ കൂടെ ജയിച്ച ഒരു പൂർവ്വകാലം അവർക്ക് 33-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല 34-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നവർക്ക് സമ്പത്തുകളുടെ അപഹാരം വന്നിട്ടുണ്ട്, എന്നാൽ അതൊക്കെ വന്നപ്പോൾ സന്തോഷത്തോടെ സഹിച്ച ഒരു അനുഭവം എബ്രായ വിശ്വാസികൾക്കുണ്ട് എന്ന് ആമേൻ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പൗലോസ് ഓർപ്പിക്കുന്നത് അവർക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് പലപ്പോഴും അവർ ആ അപഹരണവും കഷ്ടവും ഭാരവും ഒക്കെ സഹിച്ചു. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യ എന്നുള്ള ഒരു ബോധം വന്നപ്പോൾ അവർ ഇടറിപ്പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ ധൈര്യപ്പെടുത്തി. ആമേൻ. എന്നാൽ ഇന്ന് പകലിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ലോകത്തിന്റെ വിവിധയിടങ്ങളിലായിരിക്കുന്നു. ബഹ്റിനിൽ ആമേൻ ഓരോ ദിവസവും കോവിഡിന്റെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇന്ത്യയിലും ഒട്ടും ഭിന്നമല്ല. എന്നാൽ നമ്മൾ ഈ കാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കൊരു ആമേൻ നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലെ പൗരന്മാരാണെങ്കിലും നമ്മുടെ പൗരത്വം ഇവിടത്തേതല്ല. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇവിടെ നമുക്ക് പ്രത്യേകമായി കാണാൻ കഴിയുന്ന 2-3 പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, 1, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 2, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ആമേൻ. അത് ഈ 37-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു പ്രോമിസ് എന്ന് പറഞ്ഞാൽ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അപ്പോൾ നമ്മള് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഇപ്പോൾ വെളിപ്പെട്ടില്ല. അവിടെ വ്യക്തമായിട്ട് പൗലോസ് അവരെ ഓർപ്പിക്കുന്നുണ്ട്, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ആ ഭാഗം വളരെ വ്യക്തമായിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം എന്നുള്ളതാ എഴുതുന്ന. സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഞാനത് എല്ലാം എടുത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ആമേൻ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ പലവിധമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ഈ വചനം നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ, ഞാനും നിങ്ങളും പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു ധൈര്യവും ആമേൻ ഒരു പ്രത്യാശയും ആമേൻ ഒരു ഹല്ലേലൂയ സഹിഷ്ണുതയൊക്കെ നിശ്ചയമായി ഉണ്ടാകും. യാതൊരു സംശയമില്ല. നമ്മെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ കൊറോണ കാലം തുടങ്ങിയിട്ട് 1.5 വർഷത്തോളം ആകുന്നുണ്ട്. പലർക്കും ആരാധനയില്ല, ദൈവവചനം കേൾക്കുന്നില്ല.
അവർക്ക് പ്രാർത്ഥിപ്പാൻ ആ മനസ്സില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല, അതിനുള്ള മനസ്സാന്നിധ്യമില്ല. അങ്ങനെ അനേകർ ഇടറി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വചനത്തിന് വളരെ പ്രസക്തമുണ്ടെന്നുള്ളത് ഇന്ന് സന്ധ്യവേളയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിപ്പാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ നിർമ്മല മനസ്സാക്ഷി ഉണർത്തുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഒത്തിരി എക്സാമ്പിൾസ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ കാലങ്ങളൊക്കെ മുൻകൂട്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് അനേക ഭക്തന്മാരുടെ അനുഭവം, അപ്പോസ്തലന്മാരുടെ അനുഭവം ഒക്കെ നമുക്ക് വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയും ഇപ്പോൾ ഇത്രയും പ്രതികൂലമുള്ളെങ്കിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ഒരു ദൈവവേദന അറിയാം, ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ശരി നമ്മുടെ കർത്താവ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവും വരും, താമസിക്കത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് ഒരു മഹാപ്രതിഫലമുള്ള ഒരു ധൈര്യമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചിലതൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. ഒന്ന് രണ്ട് ഹല്ലേലൂയ വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചുരുക്കമായി കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ആശിക്കുകയാണ്. നമുക്കറിയാം, നൂന്റെ മകനായ യോശുവ മോശയുടെ ബാല്യക്കാരനായി ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് മോശ മരിച്ചതായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവം തന്നെ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്തപ്പോൾ 3 ഇടങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം യോശുവയോട് കേട്ടത് മറ്റൊന്നുമല്ല. അവിടെയും യോശുവോട് പറയുന്നുണ്ട്, നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബി സ്ട്രോങ് ആൻഡ് ഓഫ് എ ഗുഡ് കറേജ്. 7-ലും 9-ലും ഒക്കെ നമുക്ക് ഇതേ വാക്യം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ 6-ലും 9-ലും പറയുന്ന കാരണം അവിടെ സർവശക്തനായ ദൈവം തന്നെ പറയുന്നുണ്ട്, കാരണം ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോടുകൂടി ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല യോശുവേ എന്നൊക്കെ വാഗ്ദത്തം കൊടുക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൂടെ ഇരിക്കാമെന്ന് പറയാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 7-ാം വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ചെല്ലുന്നതൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവമക്കളെ, ഒരു കാര്യം നമുക്ക് ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങളാണോ, ഏത് പ്രതിസന്ധിയാണോ നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത്, ഒരുപക്ഷെ രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, കടഭാരമായിരിക്കാം, ഞെരുക്കമായിരിക്കാം, ആ സമയത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവം നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു വലിയ വാഗ്ദത്തം യോശുവയോട് മാത്രമല്ല, ദൈവം വിളിച്ച ദൈവം തെരഞ്ഞെടുത്ത തന്റെ മക്കളോട് കൂടെ എക്കാലവുമുണ്ട്. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ ശ്രദ്ധേയമായ ഭാഗം നമുക്ക് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും ഇന്നയോളം നമ്മെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തതല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരായിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന കർത്താവിന്റെ സാന്നിധ്യമല്ലേ നമ്മെ വഴി നടത്തിയത്. ഹല്ലേലൂയ. എല്ലാ നാളും ഒരു ദിവസം പോലും ദൈവ സാന്നിധ്യം നമ്മെ കൈവിടത്തില്ല. നമ്മൾ ദൈവത്തെ കൈവിടാതിരുന്നാൽ മതി. നമ്മൾ ഈ കാലങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. എന്നാൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കാൻ നമ്മൾ നല്ല ഉറപ്പുള്ളവരായിരുന്നാൽ, നമ്മൾ ഹല്ലേലൂയ ധൈര്യമുള്ളവരായി തീർന്നാൽ, എന്തു വന്നാലും ഞാൻ ദൈവത്തിന്റെ വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയില്ലെന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കേൾക്കുവാൻ തക്കൊണ്ടമിടയായി. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തനം 1-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ദൈവ പൈതലിന്റെ വിഷയത്തിൽ ഒരു ശുഭതയുണ്ട്, അവനൊരു പ്രത്യാശയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കട്ടെ. എന്നാൽ
ശത്രുക്കളെ ഫേസ് ചെയ്യുമ്പോൾ, എന്തിന് യോർദാനെ ഫേസ് ചെയ്യുമ്പോൾ, എരിഹോയെ ഫേസ് ചെയ്യുമ്പോൾ, 7 മഹാജാതിയെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സർവശക്തനായ ദൈവം തന്നെ അവരോട് കൂടെ ഇരുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതായി കാണുവാൻ കഴിയുന്നെങ്കിൽ സ്തോത്രം. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യോശുവ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവമക്കളെ, അത് അങ്ങനെ പറയാനിടയായത് ഹല്ലേലൂയ 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുന്ന ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ 23-ാം അധ്യായത്തിലും യോശുവയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവം നടത്തിയ വഴികളെ കുറിച്ചും പറയാനുണ്ട്. തന്നെ വിളിച്ച ദൈവം അന്നയോളം വിശ്വസ്തനായിരുന്നുവെന്ന് യോശുവ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ നമ്മെ വിട്ടേച്ചു പോകുന്നതല്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു ബാല്യക്കാരനായി ജീവിതം ആരംഭിച്ച് നമുക്ക് അതിന്റെ 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായി എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 23-ന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊക്കെ പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാൻ ഏറ്റവും ഉറപ്പുള്ളവനായിരിക്കും. ദൈവശബ്ദം തന്നെ വിളിച്ച നാളുകൾ കേട്ടത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ധൈര്യത്തോടെ യോശുവയ്ക്ക് ഓർപ്പിപ്പാൻ ഇടയായത് തന്റെ ജീവിതത്തിന്റെ അനുഭവം കൊണ്ടാണ്. ഒരൊറ്റ തവണ പോലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോകാതിരുന്നില്ല. ഹായി പട്ടണം പിടിക്കാൻ അവർ കടന്നുപോയപ്പോൾ മാത്രം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോയില്ല. അവിടെ അവർ പരാജയപ്പെട്ടതായി കാണുന്നു. പിന്നത്തേതിൽ ജനം ശുദ്ധീകരിക്കപ്പെട്ട് ഹായി പട്ടണം പിടിക്കുവാൻ പോയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതും ദൈവമർക്ക് ജയം കൊടുത്തതും കാണുവാൻ കഴിഞ്ഞെങ്കിൽ യോശുവയുടെ ജീവിതം ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നതായി ധൈര്യത്തോടെ താനും തന്റെ കുടുംബവും ദൈവത്തെ സേവിക്കുമെന്നുള്ള ആ വലിയ ഒരു ഒരു ഡിസിഷൻ എടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബട്ട് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. എന്താ യോശുവയെ ഇങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് പറയാനുണ്ടാകും, എന്റെ വാക്കിന് മുമ്പിൽ സൂര്യനും ചന്ദ്രനും പോലും നിർത്തിയ ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. എന്റെ മുമ്പിൽ യോർദാൻ വിഭാഗിക്കപ്പെട്ടത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാനെന്ന് യോശുവയ്ക്ക് പറയാനുണ്ടാകും. ഞങ്ങൾ ഇസ്രായേൽ മക്കൾ ആർവിട്ടപ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഇടിക്കുവാൻ കഴിയാത്ത വലിയ കോട്ട വീണത് ഞങ്ങളുടെ കണ്ണുകളാൽ കണ്ട് ഞങ്ങൾ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നവരാണെന്ന് യോശുവയ്ക്കും കൂട്ടർക്കും പറയുവാനുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ, ഇവിടെ സമയം പകലായോണ്ടാണ് ഞാൻ പകൽ എന്ന് പറയുന്നത്. സന്ധ്യാകാലം എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ, ഒരു അഭിഷിക്തന്റെ വായിൽ ദൈവത്തിന്റെ അധികാരമുണ്ട്. സൂര്യാനി ഗിബിയോനിലും ചന്ദ്രാനി അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് യോശുവ പറഞ്ഞപ്പോൾ യോശുവയുടെ വാക്കിനെ ഓണർ ചെയ്ത് സർവശക്തനായ ദൈവം പ്രകൃതി ശക്തികളെ നിർത്തിയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അത് അന്ന് നിർത്താൻ കാരണം അന്നത് ആവശ്യമായിരുന്നു. ഇന്നാരും ആരും ദൈവത്തെ പരീക്ഷിക്കാൻ ചെല്ലേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു കാര്യം എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, ഒരഭിഷിക്തൻ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിന്ന എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ പറയാനുണ്ട്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവം നമ്മെ വിളിച്ചത് ഹല്ലേലൂയ, സ്തോത്രം, നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാരും കർത്താവായ യേശു ക്രിസ്തുവും കൂടെ ഒരു ബോട്ട് യാത്ര നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഹല്ലേലൂയ കർത്താവ് അവരെ അക്കരെ പോകാൻ നിർബന്ധിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് പകലത്തെ ആ ശുശ്രൂഷ നിമിത്തമായി തനിക്ക് വളരെ ക്ഷീണമുണ്ട്. താൻ പടകിൽ തലവെച്ച് ഉറങ്ങുകയാണ്. എന്നാൽ ഹല്ലേലൂയ കാറ്റും കടലും ഇളകി ആ പടക് മുങ്ങുമാറായപ്പോൾ ശിഷ്യന്മാരെ നിലവിളിച്ച് പറയും, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തിയ ശിഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയും യേശു കർത്താവ് പറയുന്നത് മറ്റൊന്നുമല്ല. 26-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും
കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവിടെയും കർത്താവ് ഓർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുന്ന യേശു പടകിലുള്ള ദൈവപൈതലേ, കാറ്റും കോളും കടലുമൊക്കെ ഇളകിയാലും ശരി, കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം പടകിലല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൂതായി വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുക. ആമേൻ സ്തോത്രം. നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്. നീ പറഞ്ഞാൽ ഏത് പ്രതികൂല ശക്തികളും ശാന്തത കൈവരും. ഹല്ലേലൂയ. നിനക്ക് ഒരു ശുഭയാത്ര നീ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവപൈതലേ, നിന്നെയും എന്നെയും എത്തിക്കുവാൻ കഴിയും എന്നുള്ളത് ഈ സന്ധ്യവേളയിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ധൈര്യശാലി, ഒരു പരാക്രമശാലിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗിദെയോൻ എന്ന വ്യക്തി. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ആമേൻ ഒരുവിധം വളരെ ഹല്ലേലൂയ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ദൈവ മനുഷ്യനാണ്. കാരണം ഞാനും ഇറങ്ങിത്തിരിച്ച നാളുകളിൽ ഗിദെയോനെ പോലെ അടയാളങ്ങൾ ചോദിച്ച വ്യക്തിയാണ്. പലരും ആമേൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നെ ദൈവം കണ്ടിട്ടുണ്ട്, ആമേൻ ദൈവവേലയ്ക്കുള്ളവനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ജോലിയുടെ ബന്ധത്തിൽ കടന്നു വന്ന് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. എന്നാൽ ആമേൻ അടയാളം ചോദിച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ അന്നത്തെ ഹല്ലേലൂയ ആത്മീയ സ്ഥിതി അനുസരിച്ച് കർത്താവ് ഒത്തിരി അടയാളങ്ങൾ തന്ന് വഴി നടത്തിയിട്ടുണ്ട്. പിന്നത്തേതിൽ ആമേൻ മച്യൂരിറ്റി വന്നപ്പോൾ അടയാളങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഹാലേൽ ദൈവത്തെ ആമേൻ വിശ്വസിച്ച് പൂർണ്ണമായി ഇന്നയോളം ആമേൻ മുന്നേറുവാൻ കർത്താവ് ഇടയാക്കി. അത് നിമിത്തമായി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ വിവിധ ഇടങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കാണുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഭയായും കുടുംബമായി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗിദെയോന്റെ ബന്ധത്തിൽ ഗിദെയോന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആമേൻ ഈ ദൂതൻ വന്ന് പേടിച്ച് തന്റെ അധ്വാന ഫലം താൻ ഹല്ലേലൂയ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ആമേൻ ഈ ഹല്ലേലൂയ മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുന്ന ഗിദെയോനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പേടിച്ചു നിൽക്കുന്ന മനുഷ്യനെ ദൂതം വിളിക്കുന്നത് ഹല്ലേലൂയ അല്ലയോ പരാക്രമശാലി എന്നാണ്. നമുക്കറിയാവുന്ന ഭാഗമാണ്. അത് കേട്ടപ്പോൾ ഗിദെയോന് പോലും അതിശയമുണ്ടായി. യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഇപ്പോൾ ചോദിക്കുകയാണ്, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ആമേ സംഭവിക്കുന്നുള്ള ചോദ്യമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സ്തോത്രം ആ ദൂതനെ ഹല്ലേലൂയ അവിടെ അയക്കുന്നതിന് മുമ്പ് ആമേൻ അവന്റെ ഹല്ലേലൂയ സ്തോത്രം അധ്വാന ഫലം ശത്രുവിന് കൊടുക്കുകയില്ല എന്നുള്ള ആ ഗിദെയോന്റെ ഉറപ്പും ധൈര്യവും ഹല്ലേലൂയ അവന്റെ ആ പെർസിവറൻസും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം കാണുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. രണ്ടാമതായി എനിക്ക് അവിടെ പറയാനുള്ളത്, ഗിദെയോന്റെ അടുക്കൽ ദൈവം തന്റെ ദൂതനെ അയച്ചതിനൊരു കാരണം അവിടെയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ മിദ്യാനുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചു. ആ നിലവിളിയുടെ മുമ്പിൽ ഹല്ലേലൂയ നമുക്കറിയാം, ഒരു കാലത്ത് സ്തോത്രം ഇസ്രായേൽ മക്കൾ വഴിവിട്ടു പോയപ്പോൾ സർവശക്തനായ ദൈവം അവരുടെ നടുവിൽ ശത്രുക്കളെ അയച്ചു. അപ്പോൾ അയച്ച ശത്രുക്കൾ മറ്റാരുമായിരുന്നില്ല. ഇത്തവണത്തെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മിദ്യാന്യരാണ്. മിദ്യാന്യരുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ആക്രമിക്കുന്ന ശക്തിയാണ് മിദ്യാന്യ ശക്തി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മളെ പുറകിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു ശത്രു ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കളെ മുഴുവൻ ആക്രമിച്ചത് ആ മിദ്യാന്യ ശക്തിയാ. അവർ വിതയ്ക്കും, മിദ്യാൻ കൊണ്ടുപോകും. ആമേൻ വിളയെല്ലാം നശിപ്പിക്കുന്നു. ഒരു വല്ലാത്ത ആമേൻ ഒരു നേരം ആഹാരം കഴിക്കാൻ വേണ്ടി അവർ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ശത്രു കൊണ്ടുപോകുന്ന അനുഭവത്തിൽ ഒരുത്തൻ മാത്രം, ഒരു പരാക്രമശാലി, ഒരു ധൈര്യശാലി ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്ര പിന്നത്തേതിൽ പ്രയോജനപ്പെട്ടവൻ എഴുന്നേറ്റ നിമിത്തമായി ഒറ്റ മനുഷ്യനെ പോലെ വിദ്യാന്യരെ തോൽപ്പിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്തത് നിവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ഇന്നും പറയട്ടെ, ഹല്ലേലൂയ ദൈവമക്കൾ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം ദൂതനെ ഇറക്കാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഹല്ലേലൂയ നമ്മുടെ യുവ തലമുറ, നമ്മുടെ അധ്വാന ഫലം ഒരിക്കലും നമ്മൾ
ആമേൻ ശത്രുവിന് കൊടുക്കാൻ ഇടയാകരുത്. ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ മുന്നേറുവാൻ നമുക്ക് ഹല്ലേലൂയ വ്യക്തിപരമായും കുടുംബമായും വിശേഷാൽ പ്രാർത്ഥനാ ധ്വനിയിൽ കൂടെയും ആത്മാവിൽ പോരാടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ ആമേൻ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം ഉറപ്പിക്കുന്നതായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം ഒരുവനെ വിളിച്ചാൽ ശത്രുവിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് ദൈവം തന്റെ ആലോചനകൾ കൂടെ നൽകും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, നമ്മൾ നാളത്തേക്കുള്ളത് കരുതുമ്പോൾ ആരംഭത്തിൽ അവസാനം അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ ചില മുമ്പോട്ടുള്ള കുറെ വർഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പദ്ധതി ഇടുമ്പോൾ ഹല്ലേലൂയ, ആദ്യനും അന്ത്യനുമായവൻ, ആരംഭവും അവസാനവുമായവൻ, ആൽഫയും ഒമേഗയുമാവൻ ആ കർത്താവിനെ കുറിച്ച് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പദ്ധതി പ്രകാരമൊക്കെ നമ്മൾ പോയിരുന്നെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയേനെ. എന്നാൽ ദൈവത്തിലായി നാം ദൈവത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നാളുകളെ ഹല്ലേലൂയ, നമ്മുടെ തലമുറകളുടെ നാളുകളെയും സൂക്ഷിപ്പാൻ തക്കവണ്ണം ദൈവശക്തനാണ്. ആ വാർ സ്ട്രാറ്റജി സർവശക്തനായി ദൈവം കൊടുത്തത് നമ്മള് നിശ്ചയമായും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന 30,300 ചുരുക്കി ദൈവനാമം മഹത്വമെടുക്കുവാൻ തക്കവണ്ണം വാർ സ്ട്രാറ്റജി ഇന്നത്തെ പേരുകെട്ട രാജ്യങ്ങളുടെ വാർ സ്ട്രാറ്റജിയേക്കാൾ എത്രയോ വലുതാണ് ദൈവം കൊടുത്ത വാർ സ്ട്രാറ്റജി എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കണം. അതേ വാർ സ്ട്രാറ്റജി തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് ശത്രുക്കളെ പേടിക്കേണ്ട കാര്യമില്ല. പുറകിൽ നിന്നോ മുമ്പിൽ നിന്നോ സൈഡിൽ നിന്നോ ആര് വേണേലും വന്നോട്ട് ഹല്ലേലൂയ, നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. കാരണം യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെയുള്ളത്. 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മധ്യയാമത്തിന്റെ ആരംഭത്തിൽ കാഹളമൂതി കുടമുടച്ചു, കുടത്തിനരികെ പന്തം വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്ട്രാറ്റജി നോക്കിയേ. ഈ ഗിദെയോനോട് പറയുക, നീ എന്ത് ചെയ്യണം? 300 പേരെ നീ ഒരുക്കിയല്ലോ, അവരുടെ എല്ലാം കയ്യിൽ സ്തോത്രം നീ കുടം കൊടുക്കണം ഗിദെയോനെ. ഹല്ലേലൂയ. കാഹളമൂതുമ്പോൾ സ്തോത്രം ജനം കുടമുടയ്ക്കണം. കുടമുടയ്ക്കുമ്പോൾ അകത്ത് കത്തുന്ന പന്തം വെളിപ്പെടും. അത് മിദ്യാന്റെ പാളയത്തിൽ വലിയ ഭീതിയാകും എന്ന് ദൈവത്തിന്റെ സ്ട്രാറ്റജി ഹല്ലേലൂയ അവിടെ കൊടുത്തതായി കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും അതൊരു ആത്മീയ മർമ്മമാണെന്ന് പകൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാഹളം എന്തിനാ കാണിക്കുന്നത്? ആരാധനയാ കാണിക്കുന്നത്. കുടം നമ്മുടെ ഹല്ലേലൂയ മൺകൂടാരത്തെ കാണിക്കുന്നു, നമ്മുടെ ശരീരമാണ്. അകത്ത് ഹല്ലേലൂയ കത്തിയ ദീപം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ലേ? ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ ശത്രുവിന്മേൽ ജയം നേടുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആരാധനയാണ്. ആത്മാവിൽ ആരാധിച്ച് ദൈവ പൈതലെ നീയും ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മൺകുടം ഒന്ന് ഉടഞ്ഞ് അകത്ത് കത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തേജസ് ഈ ദിവസങ്ങളിൽ ഒന്ന് വെളിപ്പെട്ടു വരുവാൻ ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ സ്തോത്രം. ഗിദെയോനെ ജയത്തിലേക്ക് നടത്തിയെങ്കിൽ പുതിയ വിശ്വാസികളായ നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ നമ്മെ എത്രത്തോളം വിജയം നൽകുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. ദൈവമക്കളെ, മറ്റൊരു ഹല്ലേലൂയ എക്സാമ്പിൾ കൂടെ, ഒരു സാഹചര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും ഒരിക്കൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു മുടന്തൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുന്നതും ഭിക്ഷയാദിച്ചുമായ കഥയൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്ക് ഒന്നുണ്ട്, അത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കിയ അപ്പോസ്തലന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ സൗഖ്യം നടന്നപ്പോൾ, ദൈവപ്രവൃത്തി നടന്നപ്പോൾ അവിടെ പ്രതികൂലങ്ങൾ വെളിപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രതികൂലങ്ങളിൽ അവർ തളർന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവരെ കുറിച്ച് പുരോഹിതന്മാരും
ശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞ ഒരു ഭാഗം എത്രയോ ശ്രദ്ധേയമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യനെ ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്കവിടെ ഹല്ലേലൂയ അവരെ കുറിച്ച് പറഞ്ഞതായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം അവര് ശക്തമായ ഒരു പ്രസംഗം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം 5-ാം വാക്യം തൊട്ട് 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ 4:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി എന്ന് എഴുതിയിട്ട് ആമേൻ അവരെ ഹല്ലേലൂയ അവരെ നടുവിൽ നിർത്തിയിട്ട് ചോദിക്കുക, നിങ്ങളിതൊന്ന് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പത്രോസിന് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ ഹല്ലേലൂയ മുമ്പ് പറഞ്ഞു വെള്ളിയും പൊന്നും ഒന്നല്ല, ഞങ്ങൾക്കുള്ള യേശുവിന്റെ നാമമുണ്ട്. ഇപ്പോൾ അവർക്ക് പറയാനുള്ള 8-ാം വാക്യത്തിൽ അവർ പറയുകയാ, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തെന്നാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ എന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, അവിടെ പറയുകയാണ്, എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഉയർപ്പിച്ചവനുമായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ ചോദ്യം ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എപ്പോഴാണ് വെളിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വിശേഷാൽ ഈ കാലങ്ങളിൽ നമ്മൾ ലോക്ക്ഡൌൺ ആയിട്ട് ആരാധന ഇല്ലാതെ ഭവനങ്ങളിരിക്കുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് ചില ദൈവപ്രവർത്തികൾ അക്ഷരാർത്ഥത്തിൽ കാണണം. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിക്കുന്ന നാളുകളായി മാറണം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവര് ആമേൻ സ്തോത്രം അവരുടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ അവര് എടുത്തു പറഞ്ഞതായി ഹല്ലേലൂയ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്കും പാഠമായി തീരട്ടെ. അവർ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, മറ്റൊരുത്തിൽ രക്ഷയില്ല, ആമേൻ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഇന്ന് ഈ സന്ധ്യയിൽ അല്ലെങ്കിൽ ഒരു പകൽക്കാലം എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ പറയട്ടെ, ഹല്ലേലൂയ, നാം രക്ഷിക്കപ്പെടുവാൻ ഏക നാമം യേശുവിന്റെ നാമം. ഞങ്ങളുടെ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ഞാനൊരു വലിയ ഇന്റർസെസറി പ്രയർ ഹല്ലേലൂയ ഭക്തനായിരുന്നു. ഹല്ലേലൂയ, ഭക്തന്മാരാരൊക്കെയാണെന്നും പറയുന്നില്ല, സ്തോത്രം. എന്നാൽ അന്നത്തെ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായി മധ്യസ്ഥന്മാരിൽ അഭയം ചെയ്തത് ഭോഷത്വ നിമിത്തമായി ദൈവം ചില പ്രവൃത്തികളൊക്കെ ആമേൻ ചെയ്തിട്ടുണ്ട്. പിന്നത്തേതിൽ അത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ മനസ്സിലായി, മറ്റൊരുത്തനുമില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടതുപോലെ ഹല്ലേലൂയ അവർ ധൈര്യത്തോടെ അത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്നത്തേതിൽ ഹല്ലേലൂയ അവരുടെ ഭീഷണികളെ ഉയർത്തിയതായി നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവദാസന്മാർ ചെയ്തത് നമുക്കൊരു ഹല്ലേലൂയ അനുഭവമായി മാറട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നവരാ, എന്നാൽ ഈ വായിക്കുന്നതും കേൾക്കുന്നതുമായ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സ്തോത്രം ഈ ഹല്ലേലൂയ അത് അവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അവർക്കത് ഗുണമായി വന്നില്ല എന്ന് പൗലോസ് എഴുതപ്പെട്ടതുപോലെ ഈ കേൾക്കുന്ന വചനങ്ങൾ ഹല്ലേലൂയ ഈ കാലങ്ങളിൽ ഒത്തിരി കേട്ട് നമ്മെ തള്ളിക്കളയാനല്ല, ഒത്തിരി കേൾക്കാൻ നല്ലതാണ്. ദൈവത്തിന്റെ വചനം എപ്പോൾ കേട്ടാലും അത് നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്, അത് നമ്മെ ശക്തീകരിക്കുന്നതാണ്, അത് നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്നതാണ്, അത് നിത്യതയെ ഉറപ്പാക്കുന്നതാണെങ്കിൽ സ്തോത്രം ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ അവർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നോക്കുകയാണ്. ഹല്ലേലൂയ അവർക്കൊരു വെല്ലുവിളി അവിടുത്തെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രമാണിമാരും ഒക്കെ നിമിത്തമായി ഉണ്ടായെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവർ ഹല്ലേലൂയ 24-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതായിരിക്കട്ടെ നമ്മുടെയും അനുഭവം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുമൊക്കെ അനേകർ രോഗികളാവുന്നു, അനേകർ മരിക്കുന്നു.
ഹല്ലേലൂയ. ഇതൊക്കെ വളരെ ദുഃഖകരമായ കാര്യമാണ്. ഹല്ലേലൂയ. ഒത്തിരി പേരുടെ സാമ്പത്തിക അടിത്തറകൾ തകരുന്നു. യൗവനക്കാർ ആമേൻ നിരാശയിൽ മുമ്പോട്ട് പോകുന്നു. അവരുടെ വിവാഹകാര്യം, അവരുടെ കുടുംബജീവിതം, അവരുടെ തലമുറകളൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ അവരൊക്കെ ആയിരിക്കുമ്പോൾ ഏക സൊല്യൂഷൻ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, 7500-ലധികം ആമേൻ കണക്ഷൻ ഉള്ള ഹല്ലേലൂയ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഉള്ള ഒരു പ്രയർ ആമേൻ ഗ്രൂപ്പിലാണ് ഞാൻ പ്രസംഗിക്കുന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ അനവധി വിഷയങ്ങൾക്ക് വിടുതൽ തന്നുവെങ്കിൽ പോരാ. ഹല്ലേലൂയ ഒന്നുകൂടെ ഒരുമനപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിശ്ചയമായും ഇന്നും വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം ശക്തനാ. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവർക്ക് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നപ്പോൾ അവർ യേശുവിനെ കുറിച്ച് ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച നസറേയനായ യേശുവിന്റെ നാമത്തിലാ ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്ന് ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് ഹല്ലേലൂയ പ്രസ്താവിച്ചുകൊണ്ട് യേശുവിനെ ഉയർത്തി. ഹല്ലേലൂയ അവർ ഭയപ്പെട്ടില്ല. പിന്നത്തേതിൽ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഒന്നുകൂടെ അവരുടെ മേൽ സ്തോത്രം വ്യാപരിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ പിന്നെയും ആത്മാവിന്റെ ശക്തിയാൽ അവരെ നിറച്ചു എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന പോരായ്മകൾ മറ്റൊന്നുമല്ല. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഹല്ലേലൂയ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാ. എന്നാൽ ഈ കാലങ്ങളിൽ അത് പോരാ. ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുമ്പോൾ സ്തോത്രം ആഴത്തിലേക്കൊന്ന് മുന്നേറുവാൻ ഇടയാകുമെങ്കിൽ സ്തോത്രം ദൈവ പൈതലെ ഏത് സാഹചര്യങ്ങളിലും ആമേൻ ധൈര്യത്തോടെ നിൽപ്പാൻ മാത്രമല്ല അനേകരെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിശ്ചയമായും ഇടയാക്കുമെന്നുള്ളത് ഈ സന്ധിയിൽ നിങ്ങളോട് അറിയിപ്പാൻ കർത്താവിൽ ഞാൻ ആശിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ 2ാം ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ 36-ാം വാക്യം ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ അത് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. യു നീഡ് ടു പെർസീവ് സോ ദാറ്റ് when you have done the will of God you will receive what he has promised. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവേഷ്ടം ചെയ്യണം. അടുത്തത് കാണുന്നു, അത് സഹിഷ്ണുതയോടെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ചിലതൊക്കെ നേടാൻ നമ്മൾ എല്ലാവരും സഹിഷ്ണുതയോടെ അധ്വാനിക്കുന്നവരാ, കാത്തിരിക്കുന്നവരാ. ഞാൻ ഈ ബഹറിൽ വന്നപ്പോൾ യുവാവായിരുന്നു. ജോലിയോടൊപ്പം തന്നെ പലയിടത്തും പാർട്ട് ടൈം ഒക്കെ ചെയ്യാനിടയായി. കാരണം നമ്മുടെ അധ്വാനമാണ് ഹല്ലേലൂയ, നമ്മുടെ ഹാർഡ് വർക്കാണ് നമ്മെ ഭൗമികമായി ചിലത് നേടുവാൻ ഇടയാക്കുന്നത് എന്ന ആ ബോധത്തിൽ ഹല്ലേലൂയ ചെയ്ത അനുഭവങ്ങളെ ഞാൻ ഓർക്കുക. എന്നാൽ ഞാൻ ഈ വചനമൊക്കെ ധ്യാനിച്ചോണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ഓർത്ത്, കർത്താവേ എത്ര പേര് ദൈവേഷ്ടം ചെയ്യാൻ തക്കവണ്ണം സഹിഷ്ണുത എടുക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് എങ്ങനെയും ഈ ഭൂമിയിൽ ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഹല്ലേലൂയ ഒരു ദൈവപൈതലായി എനിക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആമേൻ ഉപവസിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം ഒരു ദൂതായിട്ട് ആമേൻ നിങ്ങളോട് ചോദിപ്പാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ എത്രമാത്രം സഹിഷ്ണുത ഉണ്ട് എന്നുള്ളത് ഇന്ന് പകലിലൊന്ന് ശോധന ചെയ്ത് നാം മുന്നേറുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്വാഭാവികമായി ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇരുന്നുണ്ട്. വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ്? എന്താണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്? എന്താണ് ദൈവേഷ്ടം എന്ന് ആമേൻ ചിലർക്കൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുക. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ
ആമേൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആൻഡ് ദിസ് ഈസ് ഹിസ് കമാൻഡ്മെന്റ് to believe in the name of his son Jesus Christ and to love one another as he has commanded us. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ ഹല്ലേലൂയ നിങ്ങളെ ഞാൻ അധികം ഭാരപ്പെടുത്തുന്നില്ല. സ്തോത്രം. ആമേൻ. അവൻ ഹല്ലേലൂയ നമുക്ക് കൽപ്പിച്ചു തന്നതുപോലെ നമുക്ക് അവനിൽ വിശ്വാസമുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അടുത്തൊരു ഭാഗത്തിൽ നമ്മൾ എത്രമാത്രം വിജയികളാണ് എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ള ആ വാക്യം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, പെന്തക്കോസ്തുകാരായ നമുക്ക് എല്ലാവർക്കും നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. അവന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അതൊക്കെ നമുക്കറിയാം. എന്നാൽ സ്തോത്രം, നമ്മൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിൽ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒക്കെ നമ്മൾ എത്രമാത്രം വിജയിച്ചു എന്നുള്ളത് ഈ ലോക്ക്ഡൌൺ കാലത്ത്, COVID-19 കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കാൻ നല്ലതാ. കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം, നമുക്കൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നമ്മൾ ദൈവേഷ്ടം ചെയ്തില്ലെങ്കിൽ നമുക്ക് വാഗ്ദത്തം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മോട് അകാരണമായി ഒരുപക്ഷെ നമ്മളൊരു ശത്രുതയിലായിരിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അവരെയും കൂടെ ഹല്ലേലൂയ സ്നേഹിപ്പാൻ നമുക്കൊരു സഹിഷ്ണുത ഉണ്ടാകുമെങ്കിൽ സ്തോത്രം, നിശ്ചയമായും നമുക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ ആ വലിയ വാഗ്ദത്തം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകും. യാതൊരു സംശയമില്ല. 22-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമ്മള് ഹല്ലേലൂയ ആ 2-ാം ഭാഗം നമുക്ക് വലിയ ഇഷ്ടമാണ്. അത് നമ്മൾ എന്ത് യാചിച്ചാലും അവങ്കിൽ ലഭിക്കും. അതിനുശേഷമായി 23 പറയുന്നത്, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. അടുത്തത് പറഞ്ഞല്ലോ, അതേക്കുറിച്ച് വിശദീകരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അപ്പോൾ അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ ലഭിക്കും. എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഹല്ലേലൂയ ഈ വചനപ്രകാരം ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പ്രമാണിക്കുമ്പോൾ അവന് പ്രസാദമുള്ളതായിട്ട് മാറുകയാണ്. ആമേൻ. നിശ്ചയമായും നീയും ഞാനും പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും ദൈവം മറുപടി നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി ഒരു ഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം കൽപ്പനകൾ പ്രമാണിക്കുന്നതാണ്, അന്യോന്യം സ്നേഹിക്കുന്നതാണെങ്കിൽ, രണ്ടാമതായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ നമ്മൾ ശുദ്ധീകരണം ഹല്ലേലൂയ കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. നമ്മൾ ഈ വാഗ്ദത്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ വാഗ്ദത്തങ്ങൾ അല്ലല്ലോ. സ്വർഗത്തിൽ ആമേൻ ഒത്തിരി വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഫോക്കസ് ചെയ്ത് സംസാരിപ്പാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും, നമുക്കൊന്ന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടതുപോലെ ആമേൻ, അവൻ ഹല്ലേലൂയ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം പോലെ നമ്മൾ വിശുദ്ധരായാൽ നിശ്ചയമായും ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ എന്ത് യാചിച്ചാലും ലഭിക്കുമെന്നുള്ളത് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുക, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി വരരുതേ താൻ യാചിച്ചതായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ തന്റെ അപേക്ഷ പിന്നത്തേതിൽ ഹല്ലേലൂയ അത് പ്രാപിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, തനിക്കൊരിക്കലും ഹല്ലേലൂയ രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തനിക്ക് അശുദ്ധി വരരുത്, കാരണം അത് വിഗ്രഹങ്ങൾക്ക് നിവേദിച്ചതാണ് എന്ന് തീരുമാനമെടുത്ത് ആദ്യം തന്റെ ഹൃദയത്തിലെ തീരുമാനമാണ് ഹല്ലേലൂയ പിന്നത്തേതിൽ താൻ അപേക്ഷിച്ചതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ഒന്ന് ജീവിപ്പാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ശ്രദ്ധേയമാണ്, ഇത് ബാബിലോണി അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ബാലന്മാരാണ് ഇല്ലേ.
ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ തുടങ്ങിയ ഭക്തന്മാർ അവർ എല്ലാറ്റിലും ഹല്ലേലൂയ ബുദ്ധിമാന്മാരാണ്, ശ്രേഷ്ഠതയുള്ളവരെയാ രാജാവിന്റെ ഹല്ലേലൂയ കൊട്ടാരത്തിൽ കൊണ്ടുവന്നത്. വേണമെങ്കിൽ അവർക്കൊന്ന് അടിച്ചു പൊളിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ യുവനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചൊക്കെ ഒന്ന് അവർക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ അതൊന്നും അവർ ചെയ്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വാസസ്ഥലം മാറിയെങ്കിലും സാഹചര്യങ്ങൾ മാറിയെങ്കിലും വിശുദ്ധന മാറ്റമില്ല. ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസസ്ഥലം മാറിയെങ്കിലും സാഹചര്യം മാറിയെങ്കിലും വിശുദ്ധന മാറ്റമില്ല. കാരണം അവനറിയാം, സ്തോത്രം, അവനെ കാണുന്ന ഒരു കണ്ണുണ്ട്. എത്രയോ എക്സാമ്പിൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. ജോസഫിന്റെ ജീവിതം നോക്കിയേ. ഹല്ലേലൂയ. തെറ്റ് ചെയ്യുവാൻ ഒത്തിരി അവസരം ഉണ്ടായിരുന്നു. തെറ്റ് തന്നെ മാടി വിളിച്ചു. എന്നാൽ ഹല്ലേലൂയ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എടുത്തു നിൽക്കണമെന്ന് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടതുപോലെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീന്ന് ദൈവത്തിന്റെ വചനത്തെ അരുളി ചെയ്തത് ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ഏറ്റെടുത്ത യോസഫിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ നമുക്കറിയാം, സ്തോത്രം, യോസഫ് മിസ്രൈമിലെ രണ്ടാമനായി ഉയർത്തപ്പെടുവാനിടയായി. കാരണം അവനിൽ വ്യാപരിച്ച ദൈവഭയമാണ്. ഇവിടെയും നമുക്ക് ദാനിയേൽ തുടങ്ങിയ എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ അവർക്ക് ദൈവഭയമാണ് അവരെ ഉയർത്തിയതായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. എബ്രായ ലേഖനത്തിൽ ഒരു നല്ല വാക്യം ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഭയപ്പെടുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ നമുക്ക് ഓരോ സാഹചര്യത്തിലും ജയം തരുന്നത് മറ്റുള്ളവരുടെ ടെസ്റ്റിമണി അല്ല, അല്ലെങ്കിൽ ആമേ സ്തോത്രം നമുക്ക് ജീവിതത്തിലെ അനുഭവമല്ല. ദൈവത്തിന്റെ വചനം നമ്മെ സമയാസമയങ്ങളിൽ ഓർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മെ ഓർപ്പിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിശാചിനെ ജയിച്ചതറിയാം. വചനം പറഞ്ഞ പിശാച് വചനം പറഞ്ഞപ്പോഴാ അങ്ങനല്ല ഇങ്ങനെ എഴുതിയേക്കുന്നു എന്ന് പറഞ്ഞ് പിശാചിനെ ശാസിച്ച കർത്താവിനെ നമുക്കറിയാമെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എത്ര സന്തോഷമാണ് നമുക്ക് ജയം നേടുവാൻ കഴിയും. നമ്മെ ഹല്ലേലൂയ ജയത്തോടെ നടത്തുന്നത് നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണിന് മറവായിരിക്കുന്നത് അസാധ്യമാണ് എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരിയിടത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് സന്തോഷമുള്ള ഒരു വാക്യമാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന് മറവായിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. വിത്ത് whom we have to do, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എബ്രായ ബാലന്മാർ ഹല്ലേലൂയ തുടങ്ങി ദാനിയേൽ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്ത നിമിത്തമായി നമുക്കറിയാം, സ്തോത്രം, രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ പൊരുളും പറഞ്ഞു കൊടുക്കുവാൻ അവർ പിന്നത്തേതിൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണുവാൻ ഇടയായത് അവർ വിശുദ്ധി കാത്തത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന വത്സല ദൈവമൈതലേ, ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നല്ലോ, ഹല്ലേലൂയ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നമുക്കൊരു ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അത് സഹിഷ്ണുതയോടെ ഈ കാലങ്ങളിൽ നേടുവാൻ തക്കൊണ്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. അനേക ഹല്ലേലൂയ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ, അസാധ്യമായ വിഷയങ്ങൾ തരണം ചെയ്യുമ്പോൾ എങ്ങനെയാ ദൈവദാസനെ ഞാൻ സഹിഷ്ണുതയോടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നവർ കണ്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു നമ്മൾ ഇതൊക്കെ സഹിക്കേണ്ടവരാണ്. കാരണം നമ്മൾ ഇതൊക്കെ തരണം ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ വചനം എത്ര ശ്രേഷ്ഠമായിട്ട് എഴുതിയിരിക്കുക. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാലങ്ങളിൽ എന്റെ ഹല്ലേലൂയ വരുമാനം വളരെ കുറവാണ്, ഒന്നും തികയുന്നില്ല, അപ്പോൾ തന്നെ പല ഹല്ലേലൂയ ആവശ്യങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ആരും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇതൊക്കെ സഹിച്ചാൽ അവനോട് കൂടെ വാഴുന്നൊരു ദിനമുണ്ട്. വളരെ നല്ലൊരു എക്സാമ്പിൾ ഇന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആമേൻ, ദാനിയേലിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് വരികയാണ്. ആമേൻ. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ആമേൻ രാജാവ് വിളംബരം ചെയ്തപ്പോൾ, അതിന് മുമ്പിലത്തെ അധ്യായത്തിൽ ഓർക്കണം, ആമേൻ, ഇവരെ ശ്രേഷ്ഠരായിട്ട് ഒത്തി മാനിച്ച ഒരു അനുഭവമൊക്കെ ഉണ്ട്. എന്നാൽ ആമേൻ ഒരു നന്മ വരുമ്പോൾ ഇപ്പുറത്തേതിൽ പിശാച് അവരെ പരീക്ഷിക്കാൻ വേണ്ടി ആമേൻ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരുന്ന ആമേൻ അനേകർ അവിടെ ഉണ്ട്. അപ്പോൾ രാജാവിന് ഇത് അറിയണം. സ്തോത്രം. എന്നാൽ രാജാവിനോട്
പറയുന്ന ആ ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ എഴുതിയിരിക്കും, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. എന്നിട്ട് 17-ാം വാക്യത്തിൽ എബ്രായ ബാലന്മാർ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അവരുടെ ആ പെർസീവറൻസ് നോക്കിക്കേ, സഹിഷ്ണുത നോക്കിക്കേ, അവരറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി, അവരറിഞ്ഞ ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രവാസകാലത്ത് ജീവിക്കുന്നെങ്കിലും ഒത്തിരി ഹല്ലേലൂയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളൊക്കെ അവർക്കുണ്ടെങ്കിലും ശരി, അവരുടെ പേരൻസിനെ വിട്ട് അവരുടെ ബന്ധുക്കാർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്നാലും ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്നവർ പറയുക, ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് തീയുടെ നടുവിൽ 4-ാമനായി ഇറങ്ങി വരുവാൻ ദൈവം ഇടയാക്കിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം പ്രഖ്യാപനമായി വരുമ്പോൾ നമുക്ക് വേണ്ടി വേഗത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിശ്വാസം ഹൃദയത്തിലിരിക്കുക. എന്നാൽ ഇന്ന് ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുവാനിടയാകട്ടെ. സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു ഭാഗത്തേക്കൂടെ കടന്നു വരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 37-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, ഹല്ലേലൂയ, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ ഭാഷയിൽ ഹല്ലേലൂയ പറഞ്ഞത് ഇവിടെ എടുത്തെഴുതിയിരിക്കുക. ഇംഗ്ലീഷ് വായിക്കുന്നു, ഫോർ ഇൻ ജസ്റ്റ് എ വെരി ലിറ്റിൽ വൈൽ ഹി ഹൂ ഈസ് കമ്മിങ് വിൽ കം ആൻഡ് വിൽ നോട്ട് ഡിലേ. ഹല്ലേലൂയ. then we will receive our promise. അപ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മൾ നിശ്ചയമായും പ്രാപിക്കും. അതുവരെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഈ സന്ധ്യാകാലം എന്നെ കേൾക്കുന്ന വത്സല ദൈവമക്കളെ, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. 38-ാം വാക്യത്തിൽ സ്തോത്രം അവിടെ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ബട്ട് മൈ റൈച്ചസ് വൺ വിൽ ലീവ് ബൈ ഫെയ്ത്ത്. അടുത്ത വാക്യം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. ഹല്ലേലൂയ, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അത്രേ ആകുന്നു. സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ, സ്തോത്രം, തന്നെ ഉൾപ്പെടുത്തിയ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, നമ്മൾ പിന്മാറുന്നവരല്ല. നമുക്കൊരു കാര്യം അറിയാം, സ്തോത്രം, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും ശരി, ഹല്ലേലൂയ, നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുക 11-ാം അധ്യായത്തിൽ നമുക്ക് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്ക് ഇവിടെ കാണാൻ. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഗ്രേറ്റ് ഗോഡ്സ് ഗ്രേറ്റ് ഹോൾ ഓഫ് ഫെയിം. ആ ചാപ്റ്ററിനെ ഇങ്ങനെയാ വിളിച്ചിരിക്കുന്നത്, ചരിത്രകാരൻ എഴുതിയിരിക്കുന്നു, ഗോഡ്സ് ഗ്രേറ്റ് ഹോൾ ഓഫ് ഫെയിം. ഹല്ലേലൂയ, ദൈവമക്കളെ, കീ ടു ഗ്രേറ്റ്നെസ് ഈസ് ദ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ ഒരിക്കലും ക്ഷണിച്ചു പോകാതെ നമുക്ക് ഹല്ലേലൂയ ഈ ദൈവത്തെ മുറുകെ പിടിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2-3 പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സ്തോത്രം പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. ഞാൻ ആ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ഹല്ലേലൂയ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ തന്നിരിക്കുന്നത്. പാസ്റ്റർ ടോം ജോസ് ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിൽ CCUവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. കർത്തദാസൻ പാസ്റ്റർ ടോം ജോസ് ജോളിയുടെ പരിപൂർണ സൗഖ്യത്തിനായി ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥിക്കുക. മറ്റൊരു പ്രാർത്ഥനാ വിഷയം മന്നമരതി ഷാരോൺ ചർച്ച് സഭാംഗമായ അരീപ്പറമ്പിൽ AJ ജോൺ രാജു കോവിഡ് ബാധിതനായി 20 ദിവസത്തിലധികമായി ഹോസ്പിറ്റലിലാണ്. ഷുഗർ ലെവൽ 500-ലധികമാണ്. ഓക്സിജൻ ലെവല് വളരെ കുറവാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയം പാസ്റ്റർ ജോൺസൺ വർഗീസിന്റെ സഹധർമ്മിണി സിസ്റ്റർ പ്രീജ ജോൺസൺ വൻകുടലിൽ ട്യൂമറായി തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ജൂൺ 7-ാം തീയതി തിങ്കളാഴ്ച സർജറി നടത്തുവാൻ
തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ. നമ്മളുടെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥന റിക്വസ്റ്റിന് മുമ്പിൽ നമുക്ക് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം. അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യവും ഉറപ്പും കൈവിടാതെ സഹിഷ്ണുതയോടെ നിന്നവർ, ആമേൻ ഹല്ലേലൂയ, ഭക്തന്മാരെല്ലാം ജയം നേടിയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ടെ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ദൈവം ഹല്ലേലൂയ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ, മേൽക്കുമേൽ വർദ്ധിക്കുവാൻ കർത്താവിന്റെ ദാസൻ കുടുംബം ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം ഒരു അനുഗ്രഹ വിഷയമായി മാറുവാൻ ലെറ്റ് എവരിബഡി ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ്. ആമേൻ. മറ്റ് ആരുടെ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചല്ല കർത്താവേ. നിനക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ലല്ലോ അപ്പച്ച. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് നിമിഷം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ കർത്താവെ. ഷുഗർ 500 ആയാലും ഹല്ലേലൂയ സ്തോത്രം സൗഖ്യം നൽകുവാൻ ദൈവം ശക്തനാണല്ലോ കർത്താവെ. വൻകുടലിൽ ട്യൂമറായി ഭാരപ്പെട്ടാലും സൗഖ്യദായകനായ ദൈവം അവിടെ നിന്നാണല്ലോ കർത്താവെ. ഏത് വിഷയമായാലും ഇന്ന് പകൽക്കാലം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുകയാ. അങ്ങയുടെ അതിവേഗം പായുന്ന വചനമയച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മേൽ അങ്ങയുടെ അത്ഭുത കാരുണ്യം, അവിടുത്തെ അത്ഭുത സൗഖ്യം വ്യാപരിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവൻ തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വചനം ഇപ്പോൾ തന്നെ രോഗശാന്തിയും ആരോഗ്യം വരുത്തിക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. തിരുനാമത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോട് ആമേൻ പ്രിയപ്പെട്ടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ നിങ്ങളെ ഹല്ലേലൂയ അപേക്ഷിക്കുകയാണ്. എന്റെ ഭാര്യയുടെ പേര് സൂസൻ തോമസ്. എന്റെ പേര് നിങ്ങൾ ഹല്ലേലൂയ അവിടെ വായിച്ചു കാണും, തോമസ് ചാക്കോ. എനിക്ക് ജെയ്സൺ മെറിൻ ഒരു കുഞ്ഞുണ്ട്, അവർക്കൊരു കുഞ്ഞുണ്ട് ഗബ്രിയാൻ. അതുപോലെ തന്നെ ഇളയ കുഞ്ഞിന്റെ പേര് ജോയൽ. ഞങ്ങളെ ഓർത്ത് ദയവായി പ്രാർത്ഥിച്ചാലും ദൈവമായ കർത്താവ് നിങ്ങളെല്ലാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മാറാനാഥ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണും